അങ്ങനെ പൂരപ്പറമ്പിൽ നിന്ന് വീട്ടിലെ പൂരവിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ ഇങ്ങനെ നടന്ന് വിയ്യൂരെത്തി കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ മൂത്തേടത്ത് മനയിലാണുള്ളത്. എന്തൊക്കെയാണ് പൂരവിശേഷം? ആഘോഷങ്ങളൊക്കെ കുറച്ചാലും നമുക്ക് ആചാരങ്ങൾ മാറ്റാൻ പറ്റില്ല. ആചാരങ്ങളിലൊപ്പം നമ്മൾ വിഷമത്തോട് കൂട്ടിയിട്ട് ആചാരങ്ങളൊക്കെ ഭംഗിയായിട്ട് പരമാവധി ഒരു ആഘോഷമായിട്ട് തന്നെ കൊണ്ട് നടക്കുക. എല്ലാവരും മേളത്തിന്റെ പ്രേമികളാണെന്നൊക്കെ അറിയാം. മേളം കൂടാൻ പോണില്ലേ? മേളം കാണാൻ പോകണം. 100 കണക്കിന് കലാകാരന്മാർ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു മ്യൂസിക്കൽ സിംഫണി. ഇഷ്ടം എന്താ പൂരത്തിന് ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ പോയാൽ കാണാൻ? ആന തന്നെയാണോ? പിന്നെ കൊട്ട്. ആരുടെ മേളം കേൾക്കാൻ ഇഷ്ടം? അവരുടെ പേരൊന്നും എനിക്കറിയില്ല. കൊട്ട് ഇഷ്ടമാണ്. പേരൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് കൊട്ട് കേൾക്കാൻ ഇഷ്ടമല്ല. ഇപ്പൊ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങളുടെ ഒരു പ്രായക്കാരുടെ പൂരം? മഠത്തിൽ വരവായാലും പിന്നെ 12 മണിക്ക് പറമ്പക്ക ഭഗവതിയുടെ മേളവും ഇലങ്ങിത്ര മേളം. അപ്പോൾ നമ്മൾ അത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മേളത്തോട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇവരുടെ പൂരം ശരിക്കും ഇന്നല്ല നാളെയാണെന്നാണ് ഞാൻ കയറി വന്നപ്പോഴേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നാളെയാണോ ശരിക്കും പൂരം? നാളെയാണ്. നാളെ എന്തായാലും പോകണ്ടാവും. പൂരം പറഞ്ഞാൽ ഞങ്ങൾ അമ്മാത്ത് വരിക, അമ്മാത്തുനിന്ന് വൈകുന്നേരം കറങ്ങാൻ പോവുക. എന്താ പേര്? ആഗ്നേ. എന്താ ഏറ്റവും ഇഷ്ടം? ആന, പിന്നെ ലൈറ്റ്സ് ഒക്കെ കാണാം. ഇന്നലെയും പോയിണ്ടായിരുന്നു എല്ലാവരുമായിട്ട് വെറുതെ പന്തലൊക്കെ കാണാനും. പേരെന്താ? അഹാന. അഹാന അങ്ങ് എവിടെ നയിച്ചു വരുന്നത്? USA. അവൻ USA പൂരം കൂടാനായിട്ട് വന്നാണ്. ആളുടെ ആദ്യത്തെ പൂരമാണോ? Are you enjoying it? യെസ്. അപ്പൊ അതാ അച്ഛന്മാരൊക്കെ പതിയെ ഇനി പൂരപ്പറമ്പിലേക്ക് ഇറങ്ങിയാണ്. കുടമാറ്റമൊക്കെ എങ്ങനെയാ ഇത്തവണയും വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടോ? കുടമാറ്റം ഉണ്ടാവും. 15 വീട്ടിലും ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറെ സെറ്റ് കുടകളുണ്ടല്ലോ. പൂരം എന്നും പൂരമാണ്. ആ പൂരം നമ്മളിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ഒപ്പം ആ മനുഷ്യരെ നമ്മളിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഓർക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കണ്ടുപോവാം. അപ്പൊ പോവാട്ടോ.